ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് കുറച്ച് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ കാശിൻ്റെ ലോക്കറ്റ് വെച്ചിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്, അലിഗേറ്റർ ക്ലിപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ കാശിൻ്റെ ലോക്കറ്റ് എടുക്കുക. പശ എടുക്കണം. ഞാനിവിടെ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കാശിൻ്റെ ലോക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു മണ്ടവശത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഹോള്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് എടുക്കാം. അലിഗേറ്റർ ക്ലിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ കാശിൻ്റെ ലോക്കറ്റിൻ്റെ പുറയിലും ഇതുപോലെ പശ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് ഒട്ടിക്കുക. നമുക്കിപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേറെ തരത്തിൽ വേറെ മോഡലിൽ നിങ്ങൾക്ക് മുത്തുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് കുന്തൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ജസ്റ്റ് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ 4 കാശിൻ്റെ ലോക്കറ്റ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചാംസും അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ള ബീഡ്സും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ സൂപ്പറായിട്ട് ഒട്ടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അലിഗേറ്റർ ക്ലിപ്പാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന സ്റ്റോറിൽ നിന്നാണ്. മോത്തി എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അവിടെ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് എടുക്കാം, നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറിലെ അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ സിൽവറിൻ്റെയുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സിൽവറിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കൗറി ഷെൽസ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്താണെങ്കിൽ എടുത്തിരിക്കുന്ന ആ ഒരു സിൽവറിൻ്റെ കൗറി ഷെൽസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു കൗറി ഷെല്ലിൻ്റെ 2 വശവും ഇതുപോലെ പശ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ആ ഒരു ക്ലിപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മളിങ്ങനെ പശ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പശ ചുറ്റും ഇങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പശ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഒരു ഇംപെർഫെക്ഷൻ പോലെ തോന്നും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്കിതുപോലെ ഫ്ലവേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മുത്തുകളാണെങ്കിലും ഒക്കെ നമുക്ക് കുന്തൻ സ്റ്റോൺസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒട്ടിച്ച് നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിനകത്താണെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് വെച്ചുള്ള ഫ്ലവേഴ്സും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിന്നാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ 3 വെക്കുക, അല്ലെങ്കിൽ 4 വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് നമ്മൾ പശ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. സൈഡിലൊന്നും ആവാതെ നമ്മൾ ആ ഒരു 2 പോർഷൻ നമ്മൾ ഒത്തിരി നമ്മൾ പശ തൂക്കണ്ട, അത്യാവശ്യം ജസ്റ്റ് പശയും തൂത്ത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ ഡ്രസ്സിനകത്തൊക്കെ വെക്കുന്ന ബീഡ്സുകളുണ്ടല്ലോ, അപ്പോൾ ആ ബീഡ്സ് ഒരു ബീഡ് ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ബീഡ്, നമുക്ക് ചെറിയ ബീഡ്സും അവൈലബിൾ ആണ്. അപ്പം കുറച്ച് വലിയ ബീഡ്സ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ 2ാമത്തെ ക്ലിപ്പും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് 3ാമത്തെ ക്ലിപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മളിതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്ലവറിൻ്റെ മണ്ടയ്ക്കൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മൾ പശ എടുത്തിട്ട് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്കിത് പെയറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് ഒറ്റയായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വിലയൊക്കെ ഇടുമ്പോൾ നമുക്ക് ചിലവായ ആ ഒരു എമൗണ്ട് നമ്മുടെ വർക്കിംഗ് ടൈമും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ചെയിൻസ് ഉണ്ടല്ലോ, സ്റ്റോൺ ചെയിൻസ്, ആ സ്റ്റോൺ ചെയിൻസ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലും ഗൂഗിളിലും ഒക്കെ തപ്പുവാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് അതിലും ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നോക്കി വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ക്ലിപ്പുകളാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ 3ാമത്തെ ക്ലിപ്പും ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്.
നാലാമത്തെ ക്ലിപ്പ് ഭയങ്കര സൂപ്പറാട്ടോ. അത് നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു സാധനം വെച്ചിട്ടാണ് നാലാമത്തെ ക്ലിപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ക്ലിപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ക്ലിപ്പിലേക്ക് പോകാം. അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ബീഡ് ജസ്റ്റ് ഒന്ന് ഇളകിപ്പോയായിരുന്നു. അപ്പം ഞാൻ ആ ബീഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേറൊരു ബീഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പശ വെച്ച് തൂത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇനി നമ്മൾ പോം പോം എന്ന് പറഞ്ഞൊരു സാധനമാണ് എടുത്തിരിക്കുന്നത്. ഈ പോം പോമിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ കുറച്ച് മുള്ള് പോലുള്ള. അപ്പോൾ ഇങ്ങനത്തെ പോംപോം അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പോംപോമും നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. എന്നിട്ട് അത് ഇതുപോലെ ജസ്റ്റ് എൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മുത്തുകളൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, സ്റ്റോൺ ചെയിൻസ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി അങ്ങനെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഓരോന്ന് കണ്ട് ആൾക്കാർ വാങ്ങിക്കാനുള്ള ആ ഒരു ഇതൊക്കെ ടെൻഡൻസിയൊക്കെ വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു 4 മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ട് ഭയങ്കര സിമ്പിളല്ല, ജസ്റ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പ് വാങ്ങിക്കുക, പശ വാങ്ങിക്കുക, ഇതുപോലുള്ള മെറ്റീരിയൽസും വാങ്ങിക്കുക. എന്നിട്ട് ജസ്റ്റ് പശ വെച്ച് ജസ്റ്റിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പശ വെച്ച് എല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പശ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഫെവിക്കോളും ഫാബ്രിക് ഗ്ലൂ അല്ലാതെ വേറെ ഫെവി ബോണ്ടിൻ്റെ പശയോ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും പശകളോ, നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെയാണ് മുത്തുകൾ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന പശയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫെവിക്കോളിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം അത് ഒട്ടുമോ ചിലപ്പം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടുമായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു 4-5 ക്ലിപ്പും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ പോമിൻ്റെ ക്ലിപ്പ്, അതുപോലെ തന്നെ പേളിൻ്റെ ക്ലിപ്പ്, പിന്നെ കൗറി ഷെല്ലിൻ്റെ ക്ലിപ്പ്, പിന്നെ 2 മഹാലക്ഷ്മിയുടെ ലോക്കറ്റ് വെച്ചിട്ടുള്ള 2 ക്ലിപ്പുകൾ. അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്ലിപ്പുകൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ.